എന്താ സുബൈറേ പ്രശ്നം? നിങ്ങൾ പരസ്പരം വഴക്കിടാറില്ലല്ലോ. നിങ്ങൾ ആരാ വിളിച്ചത്? നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? അതിപ്പോളേ കുട്ടികൾ കരഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളുടെ വന്നാ. ആ, അവര് പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങള് പേടിച്ചിട്ട് അങ്ങോട്ട് എത്തിയതേ. ആബിദ, എന്താ ഇവിടെ ഉണ്ടായത്? പതിവില്ലാണ്ട് എന്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കണ്ടല്ലോ. എന്താ പറ്റിയത്? ഇങ്ങനൊരു ഇബിലീസ് പിടിച്ച പിള്ളേര് ഇവിടെ കുഴപ്പമൊന്നുമില്ല വല്യപ്പാ. ചെറിയൊരു പിണക്കം, അത് വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും എന്റെ സുഹൃത്ത് ഗിരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഫോണിലുണ്ടല്ല. അവനിപ്പോ വരും. ബാബുചേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം. ബാബുചേട്ടൻ ഇപ്പൊ വരും. ആ ശരിയാ, പിന്നെ വിളിക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. ആകെ അലമ്പായില്ലേ സുബേറെ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ചിലൊരു കുടുംബം കലക്കാനാണെന്ന്. ചില പെണ്ണുങ്ങളെ അവരുദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലേ എന്തെങ്കിലും കൊണ്ട് നമ്മളെ കെണിപ്പെടുത്തും. ആണുങ്ങളായ നമ്മൾ അതിലൊന്നും പോയി വീഴാൻ പാടില്ല, മനസ്സിലായില്ലേ? എന്താ വലിപ്പ ആബിദ, സുബൈറിന്റെ ഭാഗത്ത് ഒരു തെറ്റുപോലും ഉണ്ടായിട്ടില്ല. ആ പെണ്ണിന്റെ ഉള്ളിരിപ്പറിയാനേ ഞാൻ നിർബന്ധിച്ചിട്ടാണ് സുബൈർ ഫോൺ ചെയ്തത്. ഇതിലെ മുഴുവൻ കേട്ടാൽ ആബിദ മോളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. ഞാനിത് കേൾപ്പിച്ചു തരാം. അതെ, സുബൈർ ആദ്യം പറഞ്ഞത് ഇവിടെ കേക്കണ്ട, അവസാനം പറഞ്ഞത് കേൾപ്പിച്ചാ മതി. ഹലോ, എന്റെ പൊന്നു സഹോദരി, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല. നിങ്ങളുടെ ഉദ്ദേശത്തിന് എന്നെ കിട്ടുകയില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിച്ചതാ. ഞാൻ അറിയാതെ എന്റെ സെൽഫി എടുക്കുക, രാത്രി 12 മണിക്ക് ഫോൺ വിളിക്കുക, എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് പിടികിട്ടി, എന്നെ അതിന് കിട്ടില്ല. ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, ആശിപ്പിക്കും, പിന്നെ അങ്ങോട്ട് ചതിക്കും. ഞാൻ നിങ്ങളോടൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മോശമായി പെരുമാറിയിട്ടില്ലല്ലോ. പിന്നെ ഏതാഗ്രഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ വഞ്ചിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ ഭാര്യയും മക്കളുമാണ് എല്ലാതും. അത് വിട്ട് ഒരു ഏർപ്പാടിനും എന്നെ കിട്ടില്ല. ഇനി മേലാൽ എന്നെ വിളിക്കരുത്, എന്റെ സ്ഥാപനത്തിൽ വരികയും ചെയ്യരുത്. മനസ്സിലായോ? ഓക്കെ. ആബിദ, ഇപ്പൊ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലേ? എന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഒന്നും ഇല്ല. ഓരോ മണ്ടത്തരത്തിൽ ചെന്ന് പെട്ടിട്ട് ഇപ്പൊ മോങ്ങാൻ നിക്കുക. എല്ലാവരും ഇരിക്കട്ടാ, ചായ കുടിച്ചിട്ട് പോകാം. ചായ ഒന്നും വേണ്ട. അയ്യോ, അത് ശരിയാവില്ല. എല്ലാവരും ചായ കുടിച്ചിട്ട് പോയാ മതി. ഇക്ക ഇങ്ങോട്ട് വന്നേ. എന്തെല്ലാം ഹാപ്പി ആയില്ല. അൽഹംദുലില്ലാ.